നമ്മളിങ്ങനെ പറയാം, ടീച്ചേഴ്സിനെ പറ്റി പറയുമ്പോൾ പറയാറുള്ള ഒരു വിശേഷണമാണ് ടീച്ചേഴ്സ് ആൻഡ് സോഷ്യൽ എഞ്ചിനീയേഴ്സ്. ഇവിടെ ശരിക്കും നിങ്ങൾ സോഷ്യൽ എഞ്ചിനീയേഴ്സ് ആവുന്നു കൂടിയുണ്ട്. കാരണം എന്താ, ഒരു എഞ്ചിനീയറിംഗ് ക്യാമ്പസിലാണ് പഠിക്കുന്നത്. ഒപ്പം പുതിയൊരു തലമുറയെ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ശരിക്കും ഈ ഒരു കോഴ്സ് ഇത്തരത്തിന്റെ റീസ്ട്രക്ചർ വരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സ്ട്രീമിനെ കൊണ്ടുപോകുക എന്നുള്ളൊരു വിഷനോട് കൂടിയിട്ടാണ് ശരിക്കും ഈ NEP ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ തലമുറ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ഇന്റേൺഷിപ്പിന് വന്നു കഴിഞ്ഞു, പുതിയ കുട്ടികളെയാണ് ഡീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജെൻസി, ജെൻ ആൽഫ എന്നൊക്കെ പറയുന്ന കൂട്ടരെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു വിഷൻ? എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ, ടീച്ചിങ് കരിയറിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങളുടെ ഒരു വിഷൻ? ആസിഫ്, എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം മുതലേ ടീച്ചിങ് ഒരു പാഷനേറ്റ് സാധനമാണ്. ആ ഫീൽഡില് ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ട്യൂഷൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സോ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. ആൻഡ് റാദർ ദാൻ മോർ എന്താ പറയാ, ഒരു സബ്ജക്ട് ബേസ്ഡ് മാത്രമല്ലായിട്ട് ഐ വുഡ് പ്രിഫർ എന്താ പറയാ, ഒരു പിള്ളേരായിട്ട് കണക്ട് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. കാരണം എന്താ പറയാ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു വിരലിൽ എണ്ണാൻ പറ്റുന്ന അത്രയും ടീച്ചേഴ്സ് മാത്രമായിട്ട് മര്യാദയ്ക്ക് ഒരു കണക്ഷൻ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാ, അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമൊക്കെ എനിക്ക് എന്റെ സമയത്തും അത്രയും ഒരു വിരലിൽ എണ്ണാവുന്ന അത്രയും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഇപ്പത്തെ കാലം എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ കോഫി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫുഡ് വന്നിട്ടുണ്ട്, അത് കഴിക്കുക. അതൊരു ഇമോഷണൽ സപ്പോർട്ട് ആയിക്കോട്ടെ. ആക്ച്വലി ഞങ്ങളൊരു കോഫി ഷോപ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവരുടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് ഇവിടെ ഒറ്റപ്പാലം കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. അവിടെ നിന്ന് ഈവനിങ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇൻ ബിറ്റ്വീൻ ഇവിടെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഹായ്, അധ്യാപകരാവാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ചേർന്ന് പഠിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് പരിചയപ്പെടാം. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇന്റഗ്രേറ്റഡ് B.Ed പ്രോഗ്രാം ചെയ്യുന്ന രണ്ടുപേര് ഇന്ന് എന്റെ കൂടെയുണ്ട്, സന ആൻഡ് കിരൺ. നമുക്ക് അവരെ തന്നെ വിശദമായിട്ട് പരിചയപ്പെടാം. എന്റെ പേര് കിരൺ. ഞാൻ ആക്ച്വലി വയനാട്ടിൽ നിന്നാണ്. ഇവിടെ NIT കാലിക്കറ്റില് BSc B.Ed ITEP എന്ന് പറഞ്ഞൊരു കോഴ്സാണ്, ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇപ്പോ ഞങ്ങൾ 3rd ഇയർ കംപ്ലീറ്റ് ചെയ്തു. ആക്ച്വലി ഇപ്പൊ സെം ബ്രേക്ക് ആണ്, ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. ഇനി 4th ഇയറിലേക്കാണ്. എന്റെ പേര് സന. ഞാൻ മലപ്പുറം കോട്ടക്കലിൽ വരുന്നതാണ്. ഇവന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ രണ്ടുപേരും ഇന്റഗ്രേറ്റഡ് BSc B.Ed ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് കെമിസ്ട്രിയിലാണ്, ഇവൻ ചെയ്യുന്നത് മാത്സിൽ. ഓക്കെ, ഇപ്പോ 2023 നാഷണൽ ലെവലുള്ള ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് വന്നത്. അതായത് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ട് NTA നടത്തുന്ന നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് വന്നു. അപ്പോൾ ഇന്ന് അതിന്റെ കുറച്ച് വിശേഷങ്ങളും, അതുപോലെ ഈ ITEP പ്രോഗ്രാം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ചേർന്ന് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, ഒരു നാഷണൽ കരിക്കുലത്തിന്റെ അല്ലെങ്കിൽ നാഷണൽ പോളിസി ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ടീച്ചിങ് പ്രോഗ്രാമിനെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മേൽനോട്ടത്തിൽ ഒരു ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷ വഴി അതിൽ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്ക് പ്രവേശനം കൊടുത്ത് വരുന്നത്. അപ്പൊ എന്തായാലും കാലിക്കറ്റ് NIT B.Ed പഠനവുമായി ബന്ധപ്പെട്ട അതിന്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ഇവരോട് ചോദിച്ചറിയാം. എത്ര പേരാണ് മൊത്തത്തിൽ നിങ്ങളെ ബാച്ചിലുള്ളത്? നൗ ഞങ്ങളുടെ ബാച്ചില് 35 ആൾക്കാർ, 36 ആണ് ആക്ച്വലി ഉണ്ടായിരുന്നത്. ഒരാളിപ്പം ഡ്രോപ്പ് എടുത്ത് പോയി, ഇപ്പൊ 35 ആണ്. ടോട്ടൽ 50 ആണെന്ന് തോന്നുന്നു അവിടെ സ്ട്രെങ്ത് ഉള്ളത് അല്ലേ? അതിലിപ്പം കിരൺ മാത്സ് ഏത്? ഞാൻ ഫിസിക്സ് മേജർ, മാത്സ് മൈനർ. മാത്സ് മൈനർ ആണ്. സന കെമിസ്ട്രി മേജർ, zoology മീൻസ് ബോട്ടണി ആണ്, ബയോളജി മൈനർ ആയിട്ട്. മൈനർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടീച്ചേഴ്സ് ആവണം എന്നുള്ളൊരു താല്പര്യം? രണ്ടുപേരോടും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചോദിക്കാം. കിരണിന്റെ ഒരു താല്പര്യം എങ്ങനെയാണ് ടീച്ചിങ്ങിലേക്ക് വന്നത്? അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ? എന്റെ ബേസിക് വലിയ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒന്നുമില്ല. സിംപ്ലി ഐ ലൈക്ക് ടീച്ചിങ്, സോ അതിൻ്റെ അതിലേക്ക് പോകുന്നു. അല്ലാതെ വേറെ എനിക്ക് പ്രത്യേകിച്ച് വേറെ കഴിവൊന്നുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് ഒരു പഠിപ്പിക്കൽ, അറിയുന്ന സാധനം പറഞ്ഞു കൊടുക്കുക ഒരു നല്ല ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. സോ +2 കഴിഞ്ഞ് വെറുതെ ഇരിക്കുക, വലിയ ഐഡിയ ഇല്ല, കോഴ്സ് എന്ത് അതൊരു വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ ഈ ഒരു എൻട്രൻസ് എക്സാമിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ ജസ്റ്റ് ഓക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല കോഴ്സാണ്. NIT പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അന്ന് ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. കേരളത്തിൽ തന്നെ ആ ടൈമില് NITയും പിന്നെ അതുപോലെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നല്ലതാണ്. എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല എപ്പോഴും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക. ആ ഒരു എക്സ്പോഷറും സംഭവമൊക്കെ മീൻസ് ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കാം. സാധാ ഡിഗ്രി കോളേജിൽ വെച്ച് പഠിക്കുന്നു. അപ്പൊ എന്റെ ഒരു ആഗ്രഹം ടോപ്പിലെത്താൻ നോക്കാം. മീൻസ് നമ്മൾ എന്താ പഠിക്കുന്നത് അത് ടോപ്പിലെത്താൻ നോക്കാം. അങ്ങനെ പിന്നെ ഈ എക്സാം എഴുതി പിന്നെ ഇവിടെ വന്ന് ആക്ച്വലി ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് പിന്നെ ഈ കോഴ്സിനോട് ഇഷ്ടം തോന്നിയതും ആ ഒരു കുട്ടികളായിട്ടുള്ള നമ്മളെ
ഒരു ഇന്ററാക്ഷൻ ഒക്കെ വന്നു. ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു കോഴ്സ് നല്ലതാണ്, അടിപൊളിയാണെന്ന് ആ ഒരു സംഭവം എനിക്ക് തോന്നി. ഇപ്പൊ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു സ്കൂളിംഗ്? അതായത് നിങ്ങളുടെ ഒരു പ്ലസ് 1 പ്ലസ് 2 ഒക്കെ എവിടെയായിരുന്നു? സ്റ്റേറ്റ് സിലബസിലായിരുന്നോ അതോ ഞാൻ ഇതേപോലെ സ്റ്റേറ്റ് ആയിരുന്നു. ആക്ച്വലി ഞാൻ വയനാട്ടിൽ തന്നെ സ്റ്റേറ്റ് എന്റെ സ്കൂളായിരുന്നു? ഹൈസ്കൂളും പ്ലസ് ടുവും എല്ലാം സ്റ്റേറ്റ് ആയിരുന്നു. സ്റ്റേറ്റ് ആയിരുന്നു. സനയും ഞാൻ ഹൈസ്കൂളും പ്ലസ് ടു ഞാൻ സ്റ്റേറ്റ് ആയിട്ട് പഠിച്ചിരുന്നു. മീൻസ് അവിടെ അടുത്തുള്ള PKMM സ്കൂളിലാണ്. ഓക്കെ, ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ നമുക്ക് കേരളത്തിൽ അറിയാലോ, നമുക്ക് ഒരു BEd പ്രോഗ്രാമിലേക്ക് പോകും. ഒരു ഗ്രാജുവേഷന് ശേഷം നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെ കേരള MG പോലുള്ള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ പോയിട്ട് BEd 2 ഇയർ ആയിട്ട് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളുടെ പ്രോഗ്രാമിൽ അത് 1 ഇയർ ആക്ച്വലി സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫോർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ. മറ്റെന്ത് പ്രത്യേകതയാണ് NITയുടെ ഒരു ക്യാമ്പസിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ആ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള ഒരു പ്രീമിയർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട്, അവിടെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് നമുക്ക് പറയാൻ പറ്റുമോ? ആക്ച്വലി സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു നാഷണൽ ലെവൽ കോളേജ് ആണ്, അത് തന്നെയാണ് മെയിൻ. ആൻഡ് അതിന്റെ എക്സ്പോഷേഴ്സ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഈ രാഗം തത്വം എന്ന് പറഞ്ഞ കുറെ ഫെസ്റ്റിവൽ ഉണ്ട്. പിന്നെ അതേപോലെ ഫേമസ് ആണ് രാഗം ഫെസ്റ്റ് കാലിക്കറ്റ് NIT. പിന്നെ മീൻസ് ഡിഫറെന്റ് സ്ഥലത്ത് നിന്ന് വരുന്ന ഒരുപാട് സ്ഥലത്ത് നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവരേക്ക് ഇന്ററാക്ട് ചെയ്യുന്നതും പിന്നെ ടീച്ചേഴ്സ് ആയാലും ശരി, പ്രൊഫസേഴ്സ് ആയാലും ശരി, അവർക്ക് ലെവല് വേറെ, അവർ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്നപ്പോ നമ്മളിപ്പോ ലാബും കാര്യങ്ങളൊക്കെ അവർ നോക്കി തന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ലൈബ്രറിയിലത്തെ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫെസിലിറ്റീസിൽ ശരിക്കും സൂപ്പറാണ്, ഒന്നും പറയാനില്ല. ഇപ്പൊ നമ്മളെ ഹോസ്റ്റൽ നോക്കുകയാണെങ്കിൽ പോലും അടിപൊളിയാണ്. എല്ലാം കൊണ്ട് ഫുഡും എല്ലാം മീൻസ് A to Z ഫെസിലിറ്റീസിൽ അടിപൊളിയാണ്. അങ്ങനത്തെ ഒരു ബെനിഫിറ്റ്സ്. വേറൊരു കാര്യം കൂടി ഉള്ളത്, നിങ്ങൾ ആക്ച്വലി BSc ചെയ്യുന്നുണ്ട്, ഒപ്പം BEdും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി ഈ BScക്കുള്ള ലാബ് ഫെസിലിറ്റി നല്ല അടിപൊളി ഫെസിലിറ്റി ആയിരിക്കും. ലാബ് ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെ, പ്രാക്ടിക്കൽസ് ചെയ്യാനും ഇപ്പൊ ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന അവിടെ കിട്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണ്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതിന് പുറമെയാണ് നമ്മളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയുടെ എക്സ്പോഷറും വളരെ വലുതായിരിക്കും. പ്ലസ് നമുക്ക് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ഗാദറിങ് അവിടെ ക്യാമ്പസിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ ബാച്ചിൽ അങ്ങനെ ഡിഫറെന്റ് പ്ലേസസ് എന്നുള്ള കുട്ടികളുണ്ടോ? ഐ മീൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് കുട്ടികളൊക്കെ ഉണ്ടോ? ഞങ്ങളെ ബാച്ചിൽ ആക്ച്വലി രണ്ടുമൂന്നുണ്ട്. ഇവിടെ UP, രാജസ്ഥാൻ, അതേപോലെ ചെന്നൈ, തെലുങ്കാന, എല്ലായിടത്തുനിന്നും ഉണ്ട് ആക്ച്വലി. മോസ്റ്റ്ലി നോർത്തും സൗത്തും എല്ലാം ആക്ച്വലി ഉണ്ട്. ബട്ട് നമ്മളെ മീൻസ് ഞങ്ങളൊരു ബാച്ചിലാണ് പിന്നെയും കമ്പാരിറ്റീവ്ലി കുറവ് അതർ സ്റ്റേറ്റിൽ നിന്നുള്ള. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഇയേഴ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ആകെ ബോയ്സ് ആയിരുന്നു ആകെ ഒരു കുട്ടിയായിട്ടുള്ളൂ മല്ലു ആയിട്ട്, ബാക്കി ഫുള്ള് വരുന്നത് അതർ സ്റ്റേറ്റിലാണ്. അപ്പൊ ചുരുക്കത്തിൽ ഒരു പാൻ ഇന്ത്യൻ എക്സ്പീരിയൻസ് വിത്ത് BEd കോഴ്സിനോടൊപ്പം കിട്ടുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന വലിയൊരു മെച്ചം. NTA നടത്തുന്ന നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴി ഇപ്പോ രാജ്യത്തെ ഏറെക്കുറെ 70-ലേറെ മികച്ച സ്ഥാപനങ്ങളിലേക്ക് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് നമുക്ക് അഡ്മിഷൻ ശ്രമിക്കാവുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് രാജ്യത്തെ മികച്ച IITകൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അടക്കമുള്ള NITകൾ, ഒപ്പം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷന്റെ 5 കേന്ദ്രങ്ങൾ. ഇവിടേക്കൊക്കെ പ്രവേശനം കിട്ടാൻ നമ്മൾ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പഠിക്കുമ്പോഴാണ് സാധിക്കുക. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ വേണ്ടി തെരഞ്ഞെടുക്കാൻ വരുന്ന കുട്ടികൾക്ക് അവരോട് ചിലപ്പോൾ ചില അഡ്വൈസസ്, ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചനയ്ക്കും കിരണും കൂട്ടിച്ചേർക്കാനുണ്ട്. നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് ഇതിലേക്ക് വന്ന കുട്ടികളാണ്, ഫസ്റ്റ് ബാച്ചാണ്. I think 2023 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നിങ്ങൾ അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 4 വർഷത്തിനിടയിൽ കോഴ്സിൽ ചെറിയ മാറ്റങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാവാം. അത് നോക്കുമ്പോൾ എന്താണ് ഇതിൽ നിങ്ങൾക്ക് ഈ വരാനിരിക്കുന്ന കുട്ടികളോട് കൂടുതലായിട്ട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള വെച്ചാൽ മെയിൻ ആയിട്ട് ഡുവൽ ഡിഗ്രിയാണ്. നമുക്ക് മീൻസ് നമ്മുടെ മേജറിൽ നമ്മുടെ ഡിസിപ്ലിനിൽ നമുക്കൊരു ഡിഗ്രി കിട്ടുന്നത് പ്ലസ് BEd. പക്ഷെ എനിക്ക് പറയാൻ നമുക്ക് ടീച്ചിങ് പാഷൻ ഇല്ല, അല്ലാതെ വെറുതെ ഒരു ഡിഗ്രിക്കും വേണ്ടിയിട്ട് ഒരിക്കലും ഈ കോഴ്സ് തെരഞ്ഞെടുക്കരുതെന്നുണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഇവിടെ 3 ഇയർ കേട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് കണ്ടിട്ട് ഒരിക്കലും ഈ കോഴ്സ് ചൂസ് ചെയ്യരുത്. ഈ ടീച്ചിങ് വേണം, മീൻസ് ടീച്ചർ അത്രയും ഒരു പാഷൻ സംഭവം ഉണ്ടെങ്കിൽ മാത്രം ഇത് തെരഞ്ഞെടുക്കുക. അതായത് പിന്നെ ഇതിൽ കുട്ടികൾ ഒരു എക്സിറ്റ് ഓപ്ഷൻ വന്നുകൊണ്ട് NIT പഠിക്കാന്നുള്ളൊരു മെച്ചം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നവര് അതിന് വരാതിരിക്കുകയാണ് നല്ലതെന്നില്ല. ഒരു ബ്രാൻഡ് വാല്യൂ മാത്രം നോക്കി വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പണിയാവും. കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് മുതലേ BEdന്റെ പേപ്പേഴ്സ് ഉണ്ട്, ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. സോ ഫസ്റ്റ് മുതൽ സബ്ജക്റ്റും ഉണ്ടാവും, BEdന്റെ പേപ്പേഴ്സ് ഉണ്ടാവും. ഒരു 3 കൊല്ലം BEd പേപ്പേഴ്സ് വെറുതെ പഠിക്കേണ്ടി വരും ഇപ്പൊ ഒരു എക്സിറ്റ് ഉണ്ടെങ്കിൽ.
സോ അവർക്കും ഒരു എക്സ്ട്രാ ബേർഡൻ എടുക്കും. burden ആവും. അതായത് എല്ലാ സെമ്മിലും ഇതിന്റെ ചെറിയ പേപ്പേഴ്സ് ഇപ്പൊ പേപ്പേഴ്സ് ഉണ്ടാവും. ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് നിങ്ങളുടെ സെമ്മില്. മൊത്തത്തിൽ ഹെവി ആവോ സിലബസ്? കുറച്ച് എക്സ്ട്രാ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ? പറയുമ്പോ എന്താ പറയാ, NIT എന്നുള്ള ഒരു സാധനത്തിന്റെ ഒരു ബേർഡൻ ഉണ്ടാവും. കമ്പയർഡ് ടു നോർമൽ ഡിഗ്രീനെക്കാട്ടും കുറച്ചും കൂടെ ലെവല് കൂടുതലായിരിക്കും. മീൻസ് ജാം ഓറിയന്റഡ് ആയിട്ടൊക്കെയാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുക. ഒരു സിലബസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലും ആ ഒരു സംഭവം മൈൻഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ലെവൽ ആ ടീച്ചിങ്ങിലും സിലബസിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കോഴ്സിന്റെ കണ്ടന്റിനെ പറ്റി പറഞ്ഞു. മറ്റെന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ഉണ്ടോ? അങ്ങനെ അതായത് ഇപ്പൊ നമുക്കിപ്പോ പുറത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം NIT യിൽ പഠിക്കാം എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നേട്ടങ്ങൾ തന്നെയാണ്. മറ്റെന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജസ് ഈ കോഴ്സിൽ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഫീസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓ. ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഞ്ചിനീയറിംഗ് സെയിം എമൗണ്ട് ഓഫ് ഫീസ് ആണ് നമ്മൾ പേ ചെയ്യുന്നത്. ഓ. മേ ബി പിന്നീട് മാറ്റം വരാം. ബട്ട് കറന്റ്ലി ഈ ഒരു ഇങ്ങനെ എഞ്ചിനീയറിംഗ് സെയിം ഫീസ് ആണ് പോകുന്നത്. ബട്ട് അത് NIT സിയില് മാത്രമാണ്, അതായത് കോഴിക്കോട് മാത്രമാണ്. ബാക്കിയുള്ള സ്ഥലത്ത് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ നിലയ്ക്ക് പക്ഷെ നമുക്ക് കുറച്ച് ഫീസ് വേവേഴ്സ് ഒക്കെ വരുമാനത്തിന്റെ നിലയിലൊക്കെ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത്, അല്ലെ? സ്കോളർഷിപ്സും കാര്യങ്ങളും കുറച്ച് ഉണ്ടാവും. പക്ഷെ കമ്പയറിംഗ് വിത്ത് നമ്മള് കേരളത്തിലൊക്കെ സാധാരണ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ ഫീസ് കുറച്ച് കൂടുതലായിട്ട് വരാം. മറ്റെല്ലാ കാര്യങ്ങളിലും ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആൻഡ് ഫീസ് കൂടുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ല, അതൊരു ഇൻകം ബേസ്ഡ് ആയിട്ടാണ്. സോ ഇത്ര വരുമാനത്തിന്റെ മോൾ ഫാമിലി ഇൻകം ഉണ്ടെങ്കിൽ ഇത്ര ഫീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര ഫീസ് ഉണ്ടാവും. ആ ഒരു ലെവൽ ഓഫ് ആണ്. എന്തായാലും അധ്യാപകരാവാൻ ശരിക്കും ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് അടുത്ത അധ്യയന വർഷം ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അതിനുള്ള ബേസിക്കായ തയ്യാറെടുപ്പൊക്കെ നടത്തുക. പ്രത്യേകിച്ച് ഏകദേശം ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴായിരിക്കും അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. മാർച്ചിൽ നിങ്ങൾ ഫൈനൽ എക്സാം കഴിഞ്ഞ് ഏപ്രിൽ മാസത്തോട് കൂടിയിട്ട് അതിന്റെ പരീക്ഷകളും തുടർന്ന് അതിന്റെ റിസൾട്ടും വന്ന് നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ അടുത്ത ITEPയുടെ ബാച്ചിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ നടത്തണം എന്നുകൂടി നമുക്ക് അവരോടൊന്ന് ചോദിക്കാം. നിങ്ങളുടെ ഒരു ഫസ്റ്റ് ബാച്ച് ആയിരുന്നു, അതിനു വേണ്ടിയുള്ള പ്രത്യേകമായ പ്രിപ്പറേഷൻ വല്ലതും നടത്തിയിരുന്നോ? സാർ ചോദിച്ചുകൊണ്ട് പറയാണ്, ഇതിപ്പോ ഞങ്ങളുടെ ജൂനിയേഴ്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് LTEP എന്ന് പറഞ്ഞൊരു എൻട്രൻസ് കോച്ചിങ് പോലെ ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അത് ശരി. ജസ്റ്റ് ഞങ്ങളെ ജൂനിയേഴ്സ് അല്ലെങ്കിൽ വരുന്നവർക്കൊരു ഗൈഡ് ചെയ്യാനായിട്ട് അവർക്കിപ്പോ ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത്. സോ ഒന്ന് ഗൈഡ് ചെയ്യാ, വേണ്ടവർക്ക് ഒരു കോച്ചിങ് പോലെ സംഭവം കൊടുക്കുക എന്നുള്ള ഒരു ആശയത്തിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഓൾറെഡി ഇപ്പം നമുക്ക് വരാൻ പോകുന്ന ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ സഹായം വേണമെങ്കിൽ എടുക്കാം, അല്ലെ? അതായത് അവിടെ ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഇപ്പോ അധ്യാപനത്തോടൊപ്പം തന്നെ അങ്ങനെ ഒരു കോച്ചിങ് സംരംഭം തുടങ്ങുക എന്നുള്ള ആശയം കൂടി ഇവർക്കൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നൊരു ഫീൽഡ് കൂടിയാണ്. ആ നിലയ്ക്ക് ഭാവിയിൽ ഒരു സംരംഭകത്വം എന്ന ആശയമുള്ളവർക്കും ഇതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, BA എഡ്, BCom എഡ്യൂക്കേഷൻ, BCom എഡ് എന്നീ പ്രോഗ്രാമുകളിലേക്കും ആഗ്രഹിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ അടിസ്ഥാനമായിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിൽ BSc എഡ് പ്രോഗ്രാമിനായാലും BCom എഡിനായാലും BA എഡിനായാലും നിങ്ങൾ ഏത് മേജർ ആണോ സെലക്ട് ചെയ്യുന്നത് ആ മേജർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ തുടർന്നുള്ള ഉപരിപഠന സാധ്യതകളും ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സബ്ജക്ട് കോമ്പിനേഷൻസ് എപ്പോഴും നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റിനുള്ള സബ്ജക്ട് കോമ്പിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അക്കാര്യം കൂടി മനസ്സിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ തയ്യാറെടുപ്പ് വളരെ നേരത്തെ തന്നെ തുടങ്ങുന്നത് നല്ലതായിരിക്കും. ഓരോ വർഷം സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൂടി ഇതിന്റെ തയ്യാറെടുക്കുന്ന കുട്ടികൾ മനസ്സിൽ വെക്കുക. എന്തായാലും ഈ ഒരു വൈകുന്നേരം ഇപ്പം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഭാവി ഒരു സോഷ്യൽ എഞ്ചിനീയേഴ്സ് എന്ന രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മികച്ച അധ്യാപകരായി മാറാൻ പറ്റട്ടെ. സാധാരണ നിലയ്ക്ക് നമ്മൾ ടീച്ചേഴ്സിനെ പറ്റി പറയാറുള്ള ഒരു കാര്യമുണ്ട്, ടെല്ലിംഗ് ടീച്ചേഴ്സ്, പൂർ ടീച്ചേഴ്സ്, ഡിസ്ക്രൈബിംഗ് ടീച്ചേഴ്സ്, ആവറേജ് ടീച്ചേഴ്സ്, ഇൻസ്പയറിംഗ് ടീച്ചേഴ്സ്, ഗ്രേറ്റ് ടീച്ചേഴ്സ് എന്ന് പറയാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സനയ്ക്കും കിരണിനും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അധ്യാപകരാവാനുള്ള എല്ലാ ആശംസകളും തരുന്നു. ഓൾ ദ ബെസ്റ്റ്.